കർത്താവെ, മരുന്നോ ലേപനൌഷധങ്ങളോ അല്ല, എല്ലാവരെയും സുഖപ്പെടുന്ന അവിടുത്തെ തിരുവചനങ്ങളാണ് അവരെ സുഖപ്പെടുത്തിയത്. എന്നെ ഇത്ര നാൾ നടത്തിയത് എൻ്റെ ഈശോയാണ്. എൻ്റെ 6 കീമോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിന് ദൈവത്തോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഈ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, എൻ്റെ ഒരു അവസ്ഥ എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കൂടെ പറ്റില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയതെന്ന്. വേറൊന്നുമല്ല, ഞാൻ ഈ കീമോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ടും ഇനി നമുക്കിത് ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സും നമ്മുടെ ഒരു മനസ്സ് നമുക്കൊരു ഫ്രീ ആയിരിക്കണമല്ലോ, ഒരു സന്തോഷമൊക്കെ ആയിരിക്കണമല്ലോ, ഇത് പറയാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ വേണമല്ലോ. അങ്ങനെ ഞാനിത് ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്ലൈഡും ബ്ലോക്കും അത് റീടെസ്റ്റിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അതിൻ്റെ റിസൾട്ട് വന്നു. ഹെൽത്ത് വേവിൽ നിന്ന് കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. നമുക്ക് പുറത്തുനിന്നും ഉണ്ടായ ഒരു റിസൾട്ടും അവിടെ പരിഗണിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഡോക്ടേഴ്സിനെ കാണും. എപ്പോഴും ഒരു ഡോക്ടർ ആയിരിക്കില്ല, പലപ്പോഴും പല ഡോക്ടേഴ്സ് ആയിരിക്കും. ചില ഡോക്ടേഴ്സ് നമ്മൾ വളരെ ചിരിച്ച് എന്താ ടെൻഷനാണോ, പേടിക്കൊന്നും വേണ്ട, സ്റ്റേജ് 4 വരെ ഇവിടുന്ന് ക്യൂറായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു രോഗിയെ പോലെ തന്നെ പെരുമാറുന്ന, ജസ്റ്റ് നോക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, വിടുന്നു. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രത്തോളം ആളുകളാണ് അവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ലല്ലോ, അവിടെ എല്ലാ തരത്തിലുള്ള പിന്നെ എന്താ പറയുക, ക്യാൻസർ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പല വാർഡുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകുമ്പം നമുക്ക് നടക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ എന്താ പറയുക, ഒരു ഉത്സവത്തിനുള്ള ആളുകൾ പോലും അവിടെ ഒരു കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പിന്നീട് എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ CT സ്കാൻ എടുക്കണം, ബോൺ സ്കാൻ എടുക്കണം, മാമോഗ്രാം പിന്നെയും ചെയ്യണം, പിന്നെയും സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഓരോ പ്രാവശ്യത്തേക്കും ഓരോ ഡേറ്റാണ് അവർ തരിക. അറിയാലോ, വയനാട്ടിൽ നിന്ന് തലശ്ശേരി എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്, നമ്മളെ കൊണ്ടുപോകുന്നവരും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും നമുക്ക് ഈ ഒരു അസുഖം വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പോയാലേ പറ്റൂ. നമ്മൾ ഓരോ പ്രാവശ്യം ടെസ്റ്റുകൾക്ക് പോയി. അവിടെ റൂം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഡീപോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഡീപോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ തവണയും നിന്നിരിക്കുന്നത്. കാരണം അവിടെയാണെങ്കിൽ നമുക്ക് കുർബാനയ്ക്ക് കൂടാനും ഒക്കെ പറ്റും. അപ്പം അങ്ങനെയൊരു കാര്യമുള്ളത് കൊണ്ട് നമ്മൾ അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾക്കും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മാമോഗ്രാം എടുത്തതാണെങ്കിലും സ്കാൻ ചെയ്തതാണെങ്കിലും എൻ്റെ സ്ലൈഡും ബ്ലോക്കും ചെയ്തതാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും CTയും ബോൺ സ്കാനും എടുക്കണമെന്ന്. അങ്ങനെ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മറ്റ് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് CT സ്കാൻ എടുക്കുന്നത്. അത് പ്രകാരമാണ് അവർ നമുക്ക് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ബോൺ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളിലേക്ക് ഒക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ, അതായത് നമ്മുടെ ഈ സ്റ്റേജ് കാര്യങ്ങളൊക്കെ അവരെല്ലാം എടുക്കുമല്ലോ. കാരണം എല്ലാ ടെസ്റ്റുകളും എടുക്കുക നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ടെൻഷനുകളില്ലാണ്ട് ജീവിക്കാമല്ലോ. പലപ്പോഴും പലരുടെയും കേട്ടിട്ടുണ്ട്, സർജറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസർ ഇന്ന സ്ഥലത്തേക്ക് പടർന്നതായിട്ടും ഒക്കെ. അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ യാതൊരു പരാതികളുമില്ല. കാരണം എല്ലാ ടെസ്റ്റുകളും തന്നെ, തമാശയായിട്ട് പറയുകയാണെങ്കിൽ MCCയിലെ ക്യാൻസർ സെൻറ്ററിലെ ഒരുവിധം മിഷനറീസിൽ കൂടിയൊക്കെ ഞാൻ കയറി ഇറങ്ങി എന്ന് പറയാം. എല്ലാം വിലയിരുത്തി എനിക്ക് കിട്ടിയ റിസൾട്ടൊക്കെ വളരെ നല്ല റിസൾട്ടായിരുന്നു. അങ്ങനെ എൻ്റെ CT സ്കാൻ ചെയ്തു, എൻ്റെ ബോൺ സ്കാൻ ചെയ്തു. ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇത്രത്തോളം പ്രൊസീജിയറുകളൊക്കെ ചെയ്ത ശേഷമാണോ ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓരോ ടെസ്റ്റിന് മുന്നേ നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേക മരുന്ന് കാര്യങ്ങളൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ടും ഒക്കെയാണ്. ഇപ്പോൾ ബോൺ സ്കാൻ എടുക്കുവാണെങ്കിൽ നമ്മളൊരു പ്രത്യേക ഇതിലോട്ടാണ് കൊണ്ടുപോകും, ഒരു റൂം, എനിക്കൊന്ന് റേഡിയേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബോൺ സ്കാൻ എടുത്ത ശേഷം ഞാൻ 2 ദിവസം ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്നു. ഒരു മരുന്ന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഒരു 3 മണിക്കൂറോളം നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ലാബിൻ്റെ ഉള്ളിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മളൊരു മിഷൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അതിനിടയ്ക്ക് നമ്മൾ 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. അതൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടി സമയം കളഞ്ഞില്ല. അങ്ങനെ പിന്നീട് എൻ്റെ CT സ്കാനിൻ്റെയും ബോൺ സ്കാനിൻ്റെയും റിപ്പോർട്ട് വന്നു. നമ്മൾ അന്ന് അത് ടെസ്റ്റ് ചെയ്തു, നമ്മൾ വീട്ടിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ പറയുന്ന ഡേറ്റിലേക്ക് നമ്മൾ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്.
പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവം സഹായിച്ച് എല്ലായിടത്തും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് പലരുടെയും രൂപത്തിലാണ്. അവിടെ ചെന്നാൽ നമ്മളൊരു സാധാരണ പേഷ്യൻ്റ് മാത്രം, എല്ലാവരെയും പോലും നമ്മളൊരു സാധാരണ പേഷ്യൻ്റ് മാത്രമാണ് അവർക്ക്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ ഡേറ്റ് കിട്ടുന്നത് കുറച്ച് മുന്നോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഭയങ്കര ടെൻഷനാണല്ലോ, ഇതൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നന്നായി എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ഒരു കസിൻ ചേട്ടായിൻ്റെ അറിയുന്ന കുറച്ച് ആളുകൾ അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് ഡേറ്റ് ആദ്യം കിട്ടുമെങ്കിലും പിന്നീട് അത് കുറച്ച് നേരത്തെയാക്കി എനിക്ക് ആ ഡേറ്റുകളൊക്കെ കിട്ടി. ഇനി എൻ്റെ CT സ്കാനിങ്ങിൻ്റെയും ബോൺ സ്കാനിങ്ങിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ജേണി ഒന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.